ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്നത് 7+ ബോർഡാണ്. കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് ഇതിൽ ചാർജ് നിൽക്കുന്നില്ല എന്നാണ്. പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകുന്നു, തന്നെ ഇരിക്കുമ്പോഴും യൂസ് ചെയ്യാതിരിക്കുമ്പോഴും ചാർജ് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മളപ്പോൾ ഡയറക്റ്റ് നമുക്കിത് DC കണക്ട് ചെയ്തിട്ട് തെർമൽ ക്യാമറയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇഷ്യൂ എന്നുള്ളത്. നമ്മൾ തെർമൽ ക്യാമറയിൽ വെക്കുമ്പം തന്നെ നമുക്കതിൽ കളർ ഡിഫറൻസ് വരുന്നത് കാണാം. ഇപ്പം ഷോർട്ടുള്ള ഭാഗം യെല്ലോ കളറിൽ കാണുന്നുണ്ട്, അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അവിടെ ഷോർട്ട് ഉള്ളതുകൊണ്ടാണ് ചാർജ് ഇറങ്ങിപ്പോകുന്നത്. നമ്മളപ്പം ഷോർട്ടുള്ള കമ്പോണൻറ്റ് റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ കമ്പോണൻറ്റ് ഇതിന് 2G ചിപ്പ് എന്നാണ് പറയുന്നത്. 2G നെറ്റ്വർക്ക് IC ആണിത്. ഇത് നോർമലി കോമൺ ആയിട്ട് ഷോർട്ടാകുന്നൊരു ചിപ്പാണ്. നമുക്കപ്പോൾ അത് റിമൂവ് ചെയ്തതിന് ശേഷം ഷോർട്ട് റിമൂവ് ആയോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു IC കോമൺ ആയിട്ട് ഷോർട്ടാകുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ വരാം, അതുപോലെ തന്നെ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നൊരു ഇഷ്യൂ വരാം. ഇതൊക്കെ ഈ 2G ചിപ്പിൻ്റെ ICയുടെ പ്രോബ്ലം കൊണ്ട് വരാവുന്നതാണ്. നമ്മളപ്പോൾ IC റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് DC കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഷോർട്ട് റിമൂവ് ആയോ എന്ന്. IC നമ്മൾ സേഫായിട്ട് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസിനെ ഒന്ന് കൂളിംഗ് ഫാൻ വെച്ചിട്ടൊന്ന് കൂൾ ചെയ്തെടുക്കാം. ഇത് 2UUL കൂളിംഗ് ഫാനാണ്. നമുക്കിനി നേരെ DC കണക്ട് ചെയ്ത് നോക്കാം. DC കണക്ട് ചെയ്യുമ്പോൾ 11 mA ഒരു ഷോട്ട് കൂടെ കാണിക്കുന്നുണ്ട്. 11 mA ആണ്. നമുക്ക് നേരെ തെർമലി വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പം ടോപ്പിലായിട്ട് 4 കപ്പാസിറ്റർ ഒരുമിച്ച് വരുന്നൊരു ഭാഗമുണ്ട്. അതിൽ 2 കപ്പാസിറ്ററിൽ ഒരു കപ്പാസിറ്റർ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. നമുക്കപ്പം അത് ഏതാണെന്ന് കൺഫേം ചെയ്യണം. ഇതിൽ ഏതോ ഒരെണ്ണമാണ് ഷോർട്ട്. നമുക്കപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് അടുത്ത് വെച്ചിട്ടൊന്ന് കൺഫേം ചെയ്തതാണ് നമ്മൾ. അപ്പോൾ ആദ്യം കാണുന്ന കപ്പാസിറ്റർ ഷോർട്ടാണ്. നമുക്ക് ആ കപ്പാസിറ്ററിലൂടെ റിമൂവ് ചെയ്തതിന് ശേഷം ഷോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ബോർഡിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഷോർട്ട് ആകാനുള്ള കാരണം എന്തായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് കാണും. ഷോർട്ട് ആകാനുള്ള കാരണം ഓവർ വോൾട്ടേജ് ഒക്കെ വരുമ്പോൾ ആ വോൾട്ടേജിനെ ഈ കപ്പാസിറ്റേഴ്സ് ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൽ മെയിൻ ICകളൊന്നും ഡാമേജ് ആകാതെ ഇതിലെ കപ്പാസിറ്റേഴ്സ് മെയിൻ ICയൊക്കെ സെക്യൂറായിട്ട് വെക്കാനായിട്ട് സ്വന്തമായിട്ട് കറണ്ടിനെ അബ്സോർവ് ചെയ്ത് ഷോർട്ടായിട്ട് ഗ്രൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ഫുള്ളായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഓൺ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെക്കിങ്ങിന് വെക്കണം. അപ്പം ഹീറ്റിംഗ് ഇഷ്യൂ ഇപ്പോൾ ഇല്ല, ഹീറ്റ് ആകുന്നില്ല. ഇനിയിപ്പം പ്രോപ്പറായിട്ട് ചാർജ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതേപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്.